ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ വെർഗോന് വേണ്ടിയിട്ട്, വെർഗോ സൺ സൈൻ, വെർഗോ മൂൺ സൈൻ, വെർഗോ അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് ഒരു കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ റീഡിങ്സ് കൂടുതൽ ഒരു ആക്യുറേറ്റ് ആയിട്ട് റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് റെസൊനേറ്റ് ആവണ മെസ്സേജസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ടാപ്പിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് നിങ്ങൾക്ക് വേണം വെച്ചാൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് നിങ്ങളുടെ സിറ്റുവേഷൻ മാത്രം എടുത്തിട്ടാണ്, അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പക്ഷേ പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. ഇൻസ്റ്റഗ്രാമിലും ഞാൻ കുറേ ആക്റ്റീവാണ്, അവിടെയും വേണമെച്ചാൽ നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്തിട്ട് മെസ്സേജ് ചെയ്യാം പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ. എൻ്റെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്കത് വേണമെച്ചാൽ ചെക്ക് ചെയ്യാം. ആവുമ്പോൾ നിങ്ങൾക്ക് ഇത്ര വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. നിങ്ങളുടെ റീഡിങ്സിന് വേണ്ടിയിട്ട് എല്ലാം ഉടനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ്, നിങ്ങളുടെ ഫീലിങ്സ് എന്താണ്, ഈ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ ഉണ്ടാവുക, എന്താണ് ബ്ലോക്സ്, ചാലഞ്ചസ്, അതൊക്കെ നമ്മളിന്ന് ഈ റീഡിങ്ങിൽ നോക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ മെസ്സേജിലേക്ക് ചെല്ലാം. എന്താ മെസ്സേജസ് പറയണമെന്ന് നമ്മൾക്ക് റീഡിങ്ങിൽ കാണാം. അപ്പോൾ വെർഗോ നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. ഓവറോൾ എനർജി വെർഗോന് വേണ്ടിയിട്ട് പേജ് ഓഫ് സോഡ്സ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി. ലവേഴ്സ്, നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻ, നൈറ്റ് ഓഫ് വോൺസ്. നിങ്ങളുടെ കറൻറ്റ് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 3 ഓഫ് പെൻറ്റക്കിൾസ്, ഇവരുടെ കറൻറ്റ് ഫീലിങ്സ് 8 ഓഫ് കപ്സ്. നിങ്ങളുടെ ഇൻറ്റൻഷൻ 9 ഓഫ് പെൻറ്റക്കിൾസ്, ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ. കിങ് ഓഫ് പെൻറ്റക്കിൾസ്, നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ 7 ഓഫ് കപ്സ്, ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ 10 ഓഫ് പെൻറ്റക്കിൾസ്. എന്താണ് ഇവിടെ ഔട്ട്കം നിങ്ങൾ രണ്ടാളുടെയും ഈ റിലേഷൻഷിപ്പിൻ്റെ? അപ്പോൾ പേജ് സോഡ്സ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി കാണുന്നത്. അപ്പോൾ പേജ് സോഡ്സ് ഒരു ക്യൂരിയോസിറ്റിയുടെ എനർജിയാണ്. ആക്ച്വലി നിങ്ങൾക്ക് ഈ പേഴ്സണെ കുറിച്ച് നിങ്ങൾ കുറേ ക്യൂരിയസ് ആണ്. നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ എന്താണ് ലൈഫിൽ നടക്കണമെന്ന് അറിയണം, അവരുടെ വേറെ എന്താണ് ഇൻട്രസ്റ്റ് ഉള്ളത്. അപ്പോൾ ഇതൊരു പുതിയ റിലേഷൻഷിപ്പ് ആവാം. നിങ്ങൾ ഈ പേഴ്സണെ മീറ്റ് ചെയ്തു, ഈ പേഴ്സൺ കുറേ ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നി, നിങ്ങൾ രണ്ടാളും കണക്ട് ചെയ്തു. പക്ഷേ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായി, ഈ പേഴ്സൻ്റെ എന്താണ് ഇഷ്ടം, എന്താണ് അവർക്ക് ഇഷ്ടമില്ലാത്തത്, അവരുടെ ലൈഫിൽ വേറെ ആരെങ്കിലും ഉണ്ടോ. അപ്പോൾ അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇവിടെ ഡെത്തിൻ്റെ എനർജി ഉണ്ട്, ഡെത്ത് റീബേർത്തിൻ്റെ എനർജി ഉണ്ട്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇതൊരു പാസ്റ്റ് പേഴ്സൺ ആണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളുടെ ഒരു പാസ്റ്റ് പേഴ്സൺ, നിങ്ങൾ ഓൾറെഡി ഈ പേഴ്സൻ്റെ കൂടെ നിങ്ങളുടെ ഒരു ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്യൂരിയസ് ആണ്, ഈ പേഴ്സൺ മൂവ് ഓൺ ചെയ്തോ, ഈ പേഴ്സൻ്റെ ലൈഫിൽ വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ, ഈ പേഴ്സൺ എങ്ങനെയാണ് ഈ ബ്രേക്കപ്പ് എടുക്കണത്, പറഞ്ഞാൽ അവർ ഓക്കെ ആണോ. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതല്ലാണ്ട് ഈ റിലേഷൻഷിപ്പിൽ എന്താ ഇങ്ങനെ ഉണ്ടായി, എന്തെന്നാ നമ്മൾ മീറ്റ് ചെയ്ത്, അങ്ങനെ കുറേ മനസ്സിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ട്, ക്യൂരിയോസിറ്റി ഉണ്ട്. ഈ പേഴ്സൻ്റെ എനർജിയിലെ ലവേഴ്സ്, ഇവരുടെ ലൈഫിൽ വേറെ ഒരു പേഴ്സൺ ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് ഇവിടെ ഒരു ചോയ്സിൻ്റെ എനർജി കാണാനുണ്ട്. ലവേഴ്സ് ഒരു സോൾമേറ്റ് കണക്ഷനും ആവാം, പക്ഷേ അവരുടെ ലൈഫിൽ വേറെ ഒരു പേഴ്സൺ ഉണ്ടായിരുന്നു. അപ്പോൾ അതല്ല വെച്ചാൽ ഇപ്പോഴും ഉണ്ടായിരിക്കും. ഓക്കെ, എന്നുവെച്ചാൽ ഇവിടെ 6 ഓഫ് കപ്സ് ഉണ്ട്. അപ്പം അവരും നിങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു മുമ്പേ, നിങ്ങൾ രണ്ടാളുടെയും മുമ്പേ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ അവരുടെ ലൈഫിൽ വേറെ ഏതൊരു പേഴ്സൺ കാണാണ്ട്. അപ്പോൾ ഇപ്പോൾ അവർക്കൊരു ചോയ്സ് ഉണ്ടാക്കാണ്ട്, നിങ്ങളും വേറൊരു പേഴ്സൻ്റെ ഇടയ്ക്ക്, എന്നുവെച്ചാൽ നിങ്ങൾ അവരുടെ പാസ്റ്റാണ്. ആൻഡ് ഇവിടെ ഞാനൊരു പുതിയ റിലേഷൻഷിപ്പ് കാണുന്നുണ്ട് അവരുടെ ലൈഫിൽ.
ഇപ്പോൾ ഇവിടെ നൈറ്റ് ഓഫ് വോൺസ് ആണ് നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻ. അപ്പോൾ കറൻറ്റ് സിറ്റുവേഷൻ തന്നെ ഞാൻ കാണുന്നത് ഒരു ഇൻ ആൻഡ് ഔട്ട് എനർജിയാണ്. നിങ്ങൾ ചില സമയത്ത് കണക്ട് ചെയ്യും, പിന്നെ ഒരു ന്യൂസും ഇല്ല, ഒരു അൺസ്റ്റേബിൾ എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, സ്റ്റെബിലിറ്റി ഇല്ല ഈ കണക്ഷനിൽ. ഡെവിൽ ഇവിടെ കുറേ ഒരു കാഷ്വലായിട്ട് റിലേഷൻഷിപ്പാണ് ഞാൻ കാണുന്നത്. ഒരു സ്റ്റെബിലിറ്റി ഇല്ല. 7 of Swords ഒരു മാനിപ്പുലേഷൻ്റെ എനർജിയാണ്, ഒരു ഓപ്പൺ റിലേഷൻഷിപ്പിൻ്റെ എനർജി ആവാം. ഓക്കെ, അപ്പോൾ എന്തോ ഇവിടെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഇല്ലാത്തൊരു എനർജി മാതിരി ഒരു ഫീലിംഗ്. ഈ പേഴ്സണിൻ്റെ ലൈഫിൽ ഡെഫിനറ്റ്ലി വേറെ ഏതൊരു പേഴ്സൺ ആണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു തേർഡ് പാർട്ടിയാണ്, അതും ഒരു ടോക്സിക് എനർജിയാണ് ഇവിടെ. അപ്പോൾ നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 3 of Pentacles ആണ്. നിങ്ങൾക്ക് ആക്ച്വലി ഈ പേഴ്സണിൻ്റെ കൂടെ ഫ്യൂച്ചർ ഉണ്ടോ എന്ന് നോക്കണം എന്നുണ്ട്. പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ എഫേർട്ടൊക്കെ ഇടുന്നുണ്ട്. 3 of Pentacles മേ ബി നിങ്ങൾ രണ്ടാളും സെയിം ഓഫീസിലായിരിക്കും ജോലി ചെയ്യുന്നുണ്ടാവുക. പക്ഷേ തൽക്കാലം ഇവിടെ ഒരു പോസ് ഉണ്ട്, എന്തോ ഒന്നും മുമ്പോട്ട് പോണില്ല. ഓക്കെ, നിങ്ങൾക്ക് പക്ഷേ ഇവിടെ ഒരു ഫീലിംഗ് വരാൻ തുടങ്ങി, അത് നിങ്ങൾക്ക് ഈ സിറ്റുവേഷനിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് വേണം എന്ന്. ഈ പേഴ്സൺ മാരീഡ് ആയിരിക്കാം. ഓക്കെ, 8 of Cups ആണ് ഈ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അവരും നിങ്ങളുടെ ഇടയ്ക്ക് സെപ്പറേഷൻ ഉണ്ടായപ്പോൾ അവർക്ക് കുറേ വിഷമമുണ്ടായി. ഇവിടെ മുമ്പും ഒരു സെപ്പറേഷൻ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ അവർക്ക് എല്ലാം കൂടിയും പറഞ്ഞാൽ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അവർ മുമ്പേ ഈ റിലേഷൻഷിപ്പിൽ ഹാപ്പി ആയിരുന്നില്ല, പക്ഷേ ഇപ്പോൾ അവർക്ക് റീകൺസൈൽ ചെയ്യണം എന്നുണ്ട്, കാര്യങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്യണം എന്നുണ്ട്. അവർ നിങ്ങളെ മിസ് ചെയ്യണു. ഓക്കെ, തിരിച്ചു വരണം എന്നുണ്ട് അവർക്ക് നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ 9 of Pentacles ആണ് നിങ്ങളുടെ ഇൻറ്റൻഷൻ. 9 of Pentacles ഇവിടെ ഒരു സിംഗിൾ ഇൻഡിപെൻഡൻറ്റ് പേഴ്സൻ്റെ എനർജിയാണ്. അപ്പം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞാൻ കാണുന്നത് നിങ്ങളിങ്ങനെ ഒരു കാഷ്വലായി റിലേഷൻഷിപ്പിൽ പറഞ്ഞാൽ അതുണ്ടായാൽ കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾക്കൊരു ഫ്യൂച്ചർ വേണം എന്നുണ്ട്. പറഞ്ഞാൽ ഒരു സ്റ്റേബിൾ റിലേഷൻഷിപ്പ് വേറെ ഒരു പേഴ്സൺ ഇല്ല, ഈ പേഴ്സൻ്റെ കൂടെ തന്നെ ഒരു സ്റ്റേബിൾ റിലേഷൻഷിപ്പ് വേണം എന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫ്യൂച്ചർ വേണം എന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ മെല്ലെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. മുമ്പേ നിങ്ങൾ ഓക്കെ ആയിരുന്നു ഒരു കാഷ്വലായി റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്, പക്ഷേ ഇപ്പോൾ അങ്ങനെ അല്ല. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു മീനിങ് ഫുൾ റിലേഷൻഷിപ്പ് വേണം എന്നുണ്ടാവും. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ ഇവിടെ King of Pentacles ആണ്. അവരുടെ എനർജിയിൽ ഞാൻ സ്റ്റെബിലിറ്റി കണ്ട് അവർ അവരുടെ കരിയറിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യണത്. അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ ഒരു ലോസ് ആയിട്ടാണ് തോന്നുന്നത്. അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സായി പോയി എന്നൊരു ഫീലിംഗ് ഉണ്ട്. എംപറർ എനർജി ഇവിടെ ഏരീസ് എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ആക്ഷൻ 7 of Cups ആണ്. നിങ്ങളുടെ സൈഡിൽ നിന്ന് ഞാൻ കൺഫ്യൂഷനാണ് കാണുന്നത്. നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസും ഉണ്ട്, വേറെ ആൾക്കാരും ഉണ്ടാവും നിങ്ങളുടെ ലൈഫിൽ, പറഞ്ഞാൽ ഫ്രണ്ട്സായിട്ട്. പക്ഷേ നിങ്ങൾ കുറേ സ്ട്രെസ്ഡ് ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയില്ല എന്താ വേണ്ടതെന്ന്. ചില സമയത്ത് നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ കൂടെ ഒരു ഫ്യൂച്ചർ വേണം എന്ന് തോന്നുന്നുണ്ട്, പക്ഷേ ഈ സിറ്റുവേഷനിൽ കുറേ നെഗറ്റീവ് എനർജീസ് ഉണ്ട്, കുറേ ഒരു കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനാണ് ഇത്. അപ്പോൾ എവിടെയോ നിങ്ങൾക്ക് പറഞ്ഞാൽ ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ഫീലിങ്സ് ഉണ്ട്, പക്ഷേ ഇതിൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്ന് നിങ്ങൾക്കറിയില്ല. ഇവിടെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിന്. പറഞ്ഞാൽ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഈ റിലേഷൻഷിപ്പിലൊരു ബ്ലോക്കൊന്നുമില്ല, പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും പറഞ്ഞ ഒരു 100% നിങ്ങൾ ഹാപ്പി അല്ല. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഫ്യൂച്ചർ വേണം, പക്ഷേ ഈ പേഴ്സൻ്റെ കൂടെ ആ ഫ്യൂച്ചർ ഉണ്ടാവുമെന്ന് നിങ്ങൾക്കറിയില്ല. ഈ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ കാണുന്നത് ആക്ഷൻ 10 of Pentacles ആണ്. അപ്പോൾ അവരുടെ ലൈഫിൽ ഓൾറെഡി അവർ മാരീഡ് ആണ് വെച്ചാൽ അവർ ആ മാരേജിന് വിട്ട് നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ടാവില്ല. പറഞ്ഞാൽ അവർക്ക് അവരുടെ മാരേജും ഫാമിലിയാണ് പ്രധാനം. അപ്പോൾ ഇവിടെ ഞാനൊരു കോൺഫ്ലിക്റ്റ് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ രണ്ടാളുടെയും ഇടയ്ക്ക് ഫ്യൂച്ചറിലും ആദ്യം ഇതൊരു സെപ്പറേഷനിൽ തന്നെയാണ് പോവുക. എന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ ഓൾറെഡി ആ ഫീലിംഗ് വന്നിരിക്കണോ അതെനിക്കൊരു മീനിങ് ഫുൾ റിലേഷൻഷിപ്പ് വേണമെന്ന്. ഈ പേഴ്സൺ അവരുടെ ഫാമിലീനെ വിട്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒരു ആ സ്റ്റെബിലിറ്റി തരാൻ പോണില്ല. അപ്പോൾ ഇതൊരു നോ ഫ്യൂച്ചർ ഇല്ല സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. ഏസ് ഓഫ് സോർഡ്സ് ആണ് ഔട്ട്കം. അപ്പോൾ ഈ ക്ലാരിറ്റി നിങ്ങൾക്ക് ഈ മാസം ഉണ്ടാവും. ഈ സിറ്റുവേഷനിൽ സ്റ്റാഗ്നൻസി ഉണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടാളും ഒരു ക്രോസ് റോഡ്സിലാണ്, പക്ഷേ ആ സിറ്റുവേഷനിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഈ മാസം കിട്ടും. ഇവിടെ ഒരു ഫ്യൂച്ചർ എന്താ വേണ്ടതെന്ന് നിങ്ങൾ രണ്ടാൾക്കും അത് മനസ്സിലാവും. ഇവിടെ രണ്ടാളുടെയും ഇടയ്ക്ക് ഫീലിങ്സ് ഉണ്ട്, പക്ഷേ ഈ സിറ്റുവേഷനിൽ ഞാൻ കാണുന്നത് ഒരു സെപ്പറേഷൻ തന്നെയാണ്. ഓക്കെ, 4 of Swords എന്ന് വെച്ചാൽ ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. ആ തേർഡ് പാർട്ടി
ഉണ്ടാവണ വരെ ഈ സിറ്റുവേഷനിലൊരു ഫ്യൂച്ചറും ഞാൻ കാണില്ല. അറ്റ്ലീസ്റ്റ് ഓഗസ്റ്റിലില്ല. പിന്നെ അറിയില്ല, സെപ്റ്റംബർ ഒക്ടോബർ ആവുമ്പോൾ നമ്മൾക്ക് അപ്പം നോക്കാം. പക്ഷേ തൽക്കാലം ഇവിടെ അങ്ങനെയാണ് ഔട്ട്കം കാണുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങളുടെ മെസ്സേജ്? ട്രസ്റ്റിന് വന്നിട്ടുണ്ട്. ദിസ് സിറ്റുവേഷൻ ഇസ് കോളിങ് ഫോർ യു ടു ഹാവ് ഫെയ്ത്ത്. അപ്പോൾ ആ പേഴ്സൺ നിങ്ങളോട് അങ്ങനെയായിരിക്കും പറയുണ്ടാവുക, നീ എന്നെ ട്രസ്റ്റ് ചെയ്യുക, എല്ലാം ശരിയാവും. അങ്ങനെ ഒരു നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവും. അത് ഓക്കെ, മേ ബി ഞാൻ ട്രസ്റ്റ് ചെയ്തിട്ട് മുമ്പോട്ട് പോവാം, പിന്നെ നോക്കാം എന്താ വേണ്ടതെന്ന്. ഹീലിംഗ് ഫാമിലി ഇഷ്യൂസ്, യുവർ ലവ് ലൈഫ് ബെനിഫിറ്റ്സ് ആസ് യു ഫോർഗിവ് യുവർ പേരൻസ്. അപ്പോൾ എവിടെയോ ഈ സിറ്റുവേഷൻ്റെ കുറേയൊക്കെ നിങ്ങളുടെ കാരണം പാസ്റ്റ് ഇഷ്യൂസാണ്. പാസ്റ്റിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു അൺഹെൽതി റിലേഷൻഷിപ്പ് കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ കാരണം നിങ്ങളുടെ മനസ്സിലും അങ്ങനെ ഒരു ഒരു ബ്ലോക്ക് വന്നിരിക്കണു. പക്ഷെ എന്തായാലും ഇത് തൽക്കാലം ഞാൻ ഇവിടെ ഒരു ഫ്യൂച്ചർ കാണില്ല. ഓക്കെ, പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഇത് ഓഗസ്റ്റ് മാസത്തിൻ്റെ റീഡിംഗ് ആണ്. അപ്പോൾ സെപ്റ്റംബർ ഒക്ടോബറിൽ എന്താവാൻ നമ്മൾക്ക് അറിയില്ല ഇതുവരെ. അപ്പോൾ മേ ബി എന്തെങ്കിലും ഒരു മാറ്റം വന്നാൽ ചിലപ്പോൾ ചേഞ്ചസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. എന്ന് വെച്ചാൽ ഇതൊരു ജനറൽ റീഡിംഗ് ആകുമ്പോൾ എല്ലാവർക്കും ഇത് ബാധിക്കില്ല. ഓക്കെ, ചിലവർക്ക് ഇത് അങ്ങനെ ആയിരിക്കും, പക്ഷേ ചിലവർക്ക് മേ ബി വേറെ എന്തെങ്കിലും ആയിരിക്കും ഔട്ട്കം. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിംഗ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇവിടെ ഞാൻ സൈൻസ് കാണുന്നത് അക്വേറിയസ് ഉണ്ട്, ക്യാൻസർ ഉണ്ട്, ഏരീസ് ഉണ്ട്, ടോറസ് ലീബ്ര ഉണ്ട്, വെർഗോ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സൈൻസ്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.